തിരുവനന്തപുരത്തെ ഒരു സാധാരണ ഫാമിലി ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യുന്നു, 2 കുട്ടികൾ സ്കൂളിൽ പോകുന്നു. ഭർത്താവിന്റെ അച്ഛനും അമ്മയും അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ഈ കുടുംബത്തിന്റെ മാസ വരുമാനം 50,000 രൂപയാണ്. വലിയ പണക്കാരൊന്നുമല്ല, എന്നാലും തട്ടിയും മുട്ടിയും അങ്ങ് ജീവിച്ചു പോകുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ തെറ്റി. ഈ ഫാമിലി ശരിക്കും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും തന്നെ ബാക്കിയില്ല, ആവശ്യങ്ങൾ നടത്താൻ പൈസ ഇല്ല, അവർ വലിയ കടക്കണിയിലാണ്. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം, ഇത് തിരുവനന്തപുരത്തെ ഒരു ഫാമിലി അല്ല. ഈ ഫാമിലി നമ്മുടെ കേരള സർക്കാരാണ്. എന്റെ അതിശക്തം പോഡ്കാസ്റ്റിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വന്നപ്പോൾ പറഞ്ഞതും ഇത് തന്നെയാണ്. കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി. ഈ കഴിഞ്ഞ ആഴ്ച പുതിയ UDF ഗവൺമെന്റ് കേരളത്തിന്റെ ധനകാര്യ അവസ്ഥയെ പറ്റി 195 പേജുള്ള ഒരു വൈറ്റ് പേപ്പർ, അതായത് ഒരു ധവളപത്രം പുറത്തിറക്കിയിരുന്നു. നമ്മുടെ സ്റ്റേറ്റിന്റെ ശരിക്കുമുള്ള സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട്. കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ അറിയണം കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ. അതിൽ മുഴുവൻ വലിയ വലിയ കണക്കുകളാണ്. 1.25 ലക്ഷം കോടി രൂപയുടെ വരുമാനം, 97,000 കോടി രൂപ വേറെ എന്തോ, 5 ലക്ഷം കോടി രൂപയുടെ കടം. ന്യൂസ് ചാനലുകൾ ഈ നമ്പറുകൾ ഉറക്കെ ചർച്ച ചെയ്തു. 5.07 ലക്ഷം കോടി രൂപയാണ് കടബാധ്യത. 48,733 കോടി ബാധ്യത, 21,000 കോടി. പക്ഷേ അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇത്ര വലിയ നമ്പേഴ്സും ഒരു നാടിന്റെ സ്കെയിലും സാധാരണക്കാരന് റിലേറ്റ് ആകുമോ, അവർക്കത് മുഴുവനായി മനസ്സിലാകുമോ എന്ന്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും നമ്മുടെ പോലെയുള്ള ചുറ്റുമുള്ള സാധാരണ കുടുംബങ്ങളുടെ കാര്യമാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ഡൂയിങ് ടുഡേ. വൈറ്റ് പേപ്പറിലെ നമ്പറുകൾ എടുത്ത് കേരളത്തെ ഒരു 50,000 രൂപ മാസ വരുമാനമുള്ള ഒരു കുടുംബത്തിലേക്ക് സ്കെയിൽ ഡൗൺ ചെയ്യുകയാണ്. ഇത് കണ്ടാൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ റിയൽ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി. പറഞ്ഞ പോലെ 50,000 രൂപയാണ് മാസ വരുമാനം. ഇത് എവിടെ നിന്ന് വരുന്നു എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിൽ കൂടുതൽ ഭാഗവും അവർ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. ഏകദേശം 36,500 രൂപ. ഈ 36,500-ൽ അറൌണ്ട് 33,500 രൂപ അവർ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന സാലറിയാണ്. പിന്നെ വരുന്നത് അറൌണ്ട് 3,000 രൂപ അവർ നടത്തുന്ന ഒരു ചെറിയ സൈഡ് ബിസിനസ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്നതാണ്. ബാക്കിയുള്ള 13,500 രൂപ അവർക്ക് കൂടി അവകാശമുള്ള ഒരു ഫാമിലി ബിസിനസ് അവരുടെ ചേട്ടൻ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് ഷെയർ അയച്ചു കൊടുക്കുന്നതാണ്. ഈ നമ്പറുകൾ ഞാൻ വെറുതെ ഉണ്ടാക്കിയതല്ല. ദാ ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയേ. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫാമിലിയും അവരുടെ മാസമുള്ള 50,000 രൂപയും, അപ്പോൾ വർഷം 6 ലക്ഷം രൂപ വരുമാനം. റൈറ്റ് സൈഡിൽ നമ്മുടെ കേരള സർക്കാരും അവരുടെ ആക്ച്വൽ ഇൻകം ആയ 1.25 ലക്ഷം കോടി രൂപയും. ഫാമിലിയുടെ സാലറിയാണ് സ്റ്റേറ്റിന്റെ സ്വന്തം ടാക്സ് റവന്യൂ, അതായത് കേരളം സ്വന്തമായി പിരിക്കുന്ന GST, സ്റ്റാമ്പ് ഡ്യൂട്ടി, ലാൻഡ് റവന്യൂ പോലെയുള്ള ടാക്സ്. ഫാമിലിയുടെ ആ സൈഡ് ബിസിനസ് ആണ് സ്റ്റേറ്റിന്റെ നോൺ ടാക്സ് റവന്യൂ, അതായത് ടാക്സിലൂടെ അല്ലാതെ ഫീസുകൾ, സ്റ്റേറ്റിന്റെ സർവീസസ്, ലോട്ടറി എക്സെട്ര വഴി കിട്ടുന്ന വരുമാനം. പിന്നെ ആ ഫാമിലി ബിസിനസിന്റെ ഷെയർ സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് ആണ്, അതായത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തിന് കിട്ടുന്ന നമ്മുടെ ഷെയർ. അപ്പൊ ഇങ്ങനെയാണ് കേരളത്തിന്റെ കഥയും കേരളത്തിന്റെ നമ്പേഴ്സും എല്ലാം ഒരു സാധാരണ കുടുംബത്തിലേക്ക് സ്കെയിൽ ഡൗൺ ചെയ്യുന്നത്. അത് മനസ്സിലായി എങ്കിൽ നമുക്ക് കുടുംബത്തിന്റെ ബാക്കി അവസ്ഥ നോക്കാം. ആദ്യം ചിലവുകൾ നോക്കാം. വലിയ വരുമാനമൊന്നും ഇല്ല എങ്കിലും ഈ കുടുംബം മെയ്ഡിനെയും കുക്കിനെയും ഡ്രൈവറിനെയും ഒക്കെ വെച്ചിട്ടുണ്ട്. മാസം 16,000 രൂപ അവർക്ക് ശമ്പളം കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ 11,000 രൂപ പോകുന്നത് വയസ്സായ അച്ഛനെയും അമ്മയെയും നോക്കാനുള്ള ചിലവുകൾക്കാണ്. പിന്നെ ഒരു 11,500 രൂപ പോകുന്നത് ലോണുകളുടെ പലിശ അടക്കാനാണ്. ഇനി കടത്തിന്റെ കാര്യം നോക്കാനാണെങ്കിൽ അത് ചെറിയൊരു തുകയല്ല. ഈ ഫാമിലിക്ക് ഏകദേശം 24 ലക്ഷം രൂപയുടെ കടമുണ്ട്. അവരുടെ ഒരു വർഷത്തെ മുഴുവൻ വരുമാനത്തിന്റെ 4 ഇരട്ടി. അതിലും പ്രശ്നം, ഈ 24 ലക്ഷം ലോൺ എടുത്തത് വീട് വെക്കുന്നത് പോലെ നല്ല അസറ്റുകൾ ഉണ്ടാക്കാനല്ല, പലപ്പോഴും മാസ ചിലവുകൾ നടത്തിക്കൊണ്ടുപോകാനൊക്കെയാണ് ഈ ലോണുകൾ ഈ കുടുംബം എടുത്തിരിക്കുന്നത്. അവിടെയും തീരുന്നില്ല. ഇത് അവർ പുറത്ത് പറയുന്ന ഒഫീഷ്യൽ കടം മാത്രമാണ്. കുറെ കടമുള്ളത് കൊണ്ട് പിന്നെയും ലോൺ കിട്ടാതെ വന്നപ്പോൾ അവർക്ക് പരിചയമുള്ളവരെ നിർത്തി അവരുടെ പേരിൽ എടുത്ത കടങ്ങൾ ഇനിയുമുണ്ട്. എന്തായാലും ഈ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കിയേ. ഓരോ മാസവും കിട്ടുന്ന 50,000 രൂപയിൽ നിന്ന് 38,800 രൂപ ആദ്യമേ ഇങ്ങനെ പലിശക്കും സാലറിക്കും പാരന്റ്സിനെ നോക്കാനും ഒക്കെയായി അങ്ങ് പോകും. വരുമാനത്തിന്റെ ഏകദേശം 77% ലോക്ക്ഡ് ആണ്. പിന്നെ ബാക്കിയുള്ളത് ഏകദേശം 11,000 രൂപ മാത്രം. ഭക്ഷണം, കറണ്ട് ബില്ല്, റെന്റ്, പെട്രോൾ, കുട്ടികളുടെ സ്കൂൾ ഫീസ്, മരുന്ന്, ഇതൊക്കെ നടത്താൻ ആകെയുള്ളത് ഈ 11,000 രൂപ മാത്രം. ഫ്യൂച്ചറിന് വേണ്ടി സേവും ഇൻവെസ്റ്റും ചെയ്യാനും ഒന്നും തന്നെ ഇല്ല. ആഗ്രഹമുള്ള സാധനങ്ങളെ പറ്റിയോ ലക്ഷറിയെ പറ്റിയോ ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ആവശ്യങ്ങളൊക്കെ നടത്തണമല്ലോ. അങ്ങനെ ആ ചിലവുകൾ എല്ലാം ചെയ്തു വരുമ്പോൾ ഈ കുടുംബത്തിന്റെ മാസ ചിലവ് വരുന്നത് ടോട്ടൽ 77,000 രൂപയാണ്. എന്താ അവസ്ഥ അല്ലേ? വരുമാനത്തെക്കാൾ എത്രയോ കൂടുതൽ ചിലവുകളുമായി സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ ഫാമിലി. ബാങ്ക് അക്കൗണ്ടിലും കാര്യമായി ഒന്നും തന്നെ ഇല്ല. ഓരോ മാസവും 38,800 രൂപ ഫിക്സ്ഡ് ചിലവുകളും 77,000 രൂപ ടോട്ടൽ ചിലവുമുള്ള ഇവരുടെ ആകെയുള്ള അക്കൗണ്ട് ബാലൻസ് വെറും 30,000 രൂപ മാത്രമാണ്.
അപ്പൊ ഇതാണ് അവസ്ഥ. ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ഇടക്ക് ഓരോ ആവശ്യങ്ങൾക്കും ഇവർ പിന്നെയും കടമെടുക്കും. പുതിയ EMI പിന്നെയും ഉണ്ടാകും. അടുത്ത മാസം ലോക്ക്ഡ് എമൗണ്ട് വീണ്ടും കൂടും. അപ്പൊ വീണ്ടും കടമെടുക്കും. അതായത് സാമ്പത്തിക അവസ്ഥ തകിടം മറിഞ്ഞ് ഇവർ ഒരു കടക്കെണിയിൽ എത്തി നിൽക്കുകയാണ്. ഈ ഫാമിലിയുടെ അവസ്ഥ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്നതാണ് കേരളത്തിന്റെ ചിലവുകളുടെ അവസ്ഥ. എല്ലാം ഒരു വർഷത്തെ നമ്പേഴ്സ് ആണ്, ഫാമിലിയുടേത് പോലെ മാസത്തിന്റെ കണക്കുകളല്ല. 97,000 കോടി രൂപയാണ് കേരളത്തിന്റെ ലോക്ക്ഡ് എക്സ്പെൻസസ്. അതായത് 77% വരുന്നുണ്ട്. ശമ്പളത്തിനും പലിശക്കും പെൻഷനുമാണ് ഇത് പോകുന്നത്. സംസ്ഥാനത്തിന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് ചിലവാക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ. ടോട്ടൽ ചിലവാക്കുന്നത് 1,92,000 കോടി രൂപ. വരുമാനമായ 1,25,000 കോടിയേക്കാൾ എത്രയോ കൂടുതൽ. ഇനിതാ ഈ കാണുന്നതാണ് കടത്തിന്റെ അവസ്ഥ. ടോട്ടൽ 5 ലക്ഷം കോടി രൂപയുടെ കടമാണ് സ്റ്റേറ്റിൽ നിന്നുള്ളത്. പിന്നെ പരിചയക്കാരുടെ പേരിൽ എടുത്ത ലോൺ എന്ന് പറഞ്ഞത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയി കിഫ്ബി ഒക്കെ എടുത്ത 56,000 കോടി രൂപയാണ്. ഇനി കേരളത്തിന്റെ അക്കൗണ്ടിൽ ബാക്കിയുള്ളതോ? പുതിയ സർക്കാർ വന്നപ്പോൾ ഖജനാവിൽ ഉണ്ടായത് ഏകദേശം 6,000 കോടി രൂപ എന്നാണ് പറയുന്നത്. 8,100 കോടി രൂപ മാസം, അതായത് വർഷം 97,000 കോടി രൂപ ഫിക്സ്ഡ് ചിലവുകൾ ഉള്ളപ്പോൾ ആണ് ഇത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതാണ് സൈഡ് ബൈ സൈഡ് പിക്ചർ. കാണുന്നില്ലേ? നമ്മുടെ ഫാമിലിയെ പോലെ തന്നെ വളരെ മോശം അവസ്ഥയിലാണ് നമ്മുടെ കേരളവും. 50,000 രൂപ മാത്രം മാസ വരുമാനം ഉള്ളപ്പോ 77,000 രൂപ ചിലവും 24 ലക്ഷം രൂപ കടവും അക്കൗണ്ടിൽ വെറും 30,000 രൂപയും ഉള്ള ഒരു അവസ്ഥ. അതായത് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുകളിൽ കൂടുതലും ഭാവിക്ക് വേണ്ടി അല്ലാത്ത പലിശയും സാലറിയും, വരുമാനത്തിന്റെ 4 ഇരട്ടി കടങ്ങൾ, അക്കൗണ്ടിലാണെങ്കിലോ വലിയ ബാലൻസും ഇല്ല. ഇപ്പോ ഇത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു സ്റ്റേറ്റിനെ ശരിക്കും ഒരു ഫാമിലിയുമായി കമ്പയർ ചെയ്യാമോ? ഒരു ഗവൺമെന്റിന്റെ പണി ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കലല്ലേ, അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കലല്ലോ. അതിനുവേണ്ടി കടമെടുക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്നൊക്കെ. ആ ചിന്തകൾ 100% ശരിയാണ്. പക്ഷെ ഇങ്ങനൊരു ഫാമിലിയുമായി കമ്പയർ ചെയ്തത് കാര്യങ്ങൾ റിലേറ്റബിൾ ആയി ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു കുടുംബം ലൈഫ് പ്ലാൻ ചെയ്യുന്നത് പോലെ അല്ല ഒരു സംസ്ഥാനം ചെയ്യേണ്ടത്. ഇൻഫാക്ട് ഈ ഒരു വൈറ്റ് പേപ്പറിന്റെ 77-ാം പേജിലും ഇതുപോലെ ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ചീഫ് മിനിസ്റ്ററും അസംബ്ലിയിൽ ഈ കണക്കുകൾ പറഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരന്റെ അവസ്ഥയുമായി കമ്പയർ ചെയ്തിരുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പൊ അത് ക്ലിയർ ആയ സ്ഥിതിക്ക് ഉയർന്നു വരുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ശരിക്കുമുള്ള അവസ്ഥ എന്താണ്? നോർമൽ ആണോ അതോ പ്രശ്നത്തിലാണോ? ഇതിന്റെ ഉത്തരം കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യണം. അതിനായി നമുക്ക് രണ്ടാമത്തെ ഒരു ഫാമിലിയെ കൂടി ഇവിടേക്ക് കൊണ്ടുവരാം. ദ ആവറേജ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഒരു സ്പെസിഫിക് സ്റ്റേറ്റ് അല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിനെയും ഒരുമിച്ചെടുത്താൽ കിട്ടുന്ന ദ ആവറേജ് ഇന്ത്യൻ സ്റ്റേറ്റ്. കമ്പാരിസൺ അത് തന്നെയാണല്ലോ ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല സ്റ്റേറ്റുമായും ചെയ്യേണ്ട, ഏറ്റവും മോശമായതായും ചെയ്യേണ്ട, ആവറേജുമായി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമ്മുടെ കുടുംബത്തിന്റെ അയലത്തെ ഒരു വീടാണെന്ന് വിചാരിക്കുക. അവർക്കും വരുമാനം മാസം 50,000 രൂപ എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ വരുമാനം സെയിം ആണ്, എന്നാൽ എക്സ്പെൻസസ് ഒന്ന് നോക്കിയേ. ഫിക്സ്ഡ് ചിലവുകളൊക്കെ കഴിഞ്ഞാൽ കേരളത്തിന് ചിലവാക്കാൻ 11,000 രൂപ ബാക്കിയുള്ള സ്ഥലത്ത് അയലത്തെ ആവറേജ് ഫാമിലിക്ക് ചിലവാക്കാൻ 27,000 രൂപ ബാക്കിയുണ്ട്. പലിശയുടെ കാര്യത്തിൽ കേരളത്തിന്റെ പകുതി തുകയെ അവർക്ക് അടക്കാനുള്ളൂ. എന്നാൽ ഫ്യൂച്ചറിന് വേണ്ടി അസറ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിന്റെ ഇരട്ടി തുക അവർ ചിലവാക്കുന്നുമുണ്ട്. പിന്നെ കടം. കേരള ഫാമിലിക്ക് അവരുടെ വരുമാനത്തിന്റെ 4 ഇരട്ടി കടമുള്ളപ്പോൾ ആവറേജ് ഇന്ത്യൻ സ്റ്റേറ്റിന് അത് 2 ഇരട്ടി മാത്രമാണ്. അതായത് കേരളം ഇന്ത്യയിലെ ആവറേജിന്റെ പോലും വളരെ പുറകിലാണ്. വൈറ്റ് പേപ്പറിൽ കേരളത്തെ മറ്റ് 8 വലിയ സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കടമെടുക്കുന്ന കാര്യത്തിൽ കേരളം സെക്കൻഡ് വേർസ്റ്റ് ആണ്. നീതി ആയോഗിന്റെ റാങ്കിങ്ങിൽ 18 വലിയ സ്റ്റേറ്റുകളുടെ സാമ്പത്തിക അവസ്ഥ കമ്പയർ ചെയ്തപ്പോൾ കേരളത്തിന്റെ സ്ഥാനം 15 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ക്ലിയർ ആയല്ലോ. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ മോശം തന്നെയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിസ്റ്റിൽ താഴെയാണ് നമ്മുടെ സ്ഥാനം. അപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം, എന്താണ് ഇതിന്റെ ഇമ്പാക്ട്? സാലറിയും പെൻഷനും പലിശയും ഒക്കെ പറ്റുന്ന പോലെ കൃത്യമായി കൊടുക്കും. കാരണം അത് കൊടുക്കാതെ പറ്റില്ലല്ലോ. പക്ഷെ ബാക്കിയുള്ളത് പലതും പതുക്കെ സ്ക്വീസ് ആകും. പുതിയ ക്ഷേമ പദ്ധതികൾ, പുതിയ ജോലികൾ, റോഡ്, സ്കൂൾ ബിൽഡിംഗ്, ഹോസ്പിറ്റൽ ബെഡ്, ഇതൊക്കെ ഹിറ്റ് ആയേക്കാം. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് ശരിക്കും ആർക്കാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പണക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വെറും ഒരു റെഗുലേറ്റർ മാത്രമാണ്. അവർക്ക് പ്രൈവറ്റ് സ്കൂളും പ്രൈവറ്റ് ഹോസ്പിറ്റലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ പാവപ്പെട്ടവർക്ക് ഗവൺമെന്റ് ആണില്ല. ഒരു എക്സാമ്പിൾ തരാം. സാധനങ്ങളുടെ വില കത്തിക്കേറുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്ന സർക്കാരിന്റെ സ്ഥാപനമാണ് സപ്ലൈകോ. പക്ഷേ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ പണി മര്യാദക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതൊക്കെ കൊണ്ടാണ് സാധനങ്ങളുടെ വില കൺട്രോൾ ചെയ്യാൻ പാടാകുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്.
പറഞ്ഞു വരുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ മോശമാകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരാണ്. നമ്മൾ ഏറ്റവും പ്രൗഡ് ആയിരുന്ന സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിന് വലിയ പ്രാധാന്യം കൊടുത്ത സാധാരണക്കാരനെന്നും പ്രതീക്ഷയായിരുന്ന ആ കേരള മോഡലാണ് ശരിക്കും ഇമ്പാക്ട് ആകുന്നത്. ഇതെല്ലാം ഈ വൈറ്റ് പേപ്പറിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ വിഷമ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു അതിശക്തമായ പ്ലാൻ ഇല്ല എങ്കിൽ കേരളം വലിയൊരു തിരിച്ചടിയായിരിക്കും നേരിടുക. പഴയ ഗവൺമെന്റ് പറയും കേന്ദ്രം ഫണ്ട് കട്ട് ചെയ്തു എന്ന്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന്. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് എങ്കിലും അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇല്ലാതാകുന്നില്ല. അപ്പൊ അവസാനത്തെ ചോദ്യം ഇതാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്താണ് സൊല്യൂഷൻ? ഈ വൈറ്റ് പേപ്പറിൽ തന്നെ കുറച്ചൊക്കെ സൊല്യൂഷനും പറയുന്നുണ്ട്. അതിനെ നമുക്ക് രണ്ടായി തിരിക്കാം, ദ ഈസി വൺസ് ആൻഡ് ദ ഹാർഡ് വൺസ്. ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ ഇതാണ്, വരുമാനം കൂട്ടുക. അതിൽ ഏറ്റവും മെയിൻ ആയി പറയുന്നത് GST കളക്ഷൻ പ്രോപ്പർ ആക്കുക എന്നതാണ്. പിന്നെയുള്ളത് എക്കണോമി വളർത്തലാണ്. ജോബ്സ്, ഇൻഡസ്ട്രി, ടൂറിസം, IT ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം ഈസി എന്ന് പറയുമ്പോൾ ചെയ്യാൻ ഈസിയാണ് എന്നല്ല, എല്ലാവർക്കും യോജിക്കാൻ ഈസിയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി ഹാർഡ് സൊല്യൂഷൻസ് നോക്കാം. ഇതിനെ ഹാർഡ് എന്ന് വിളിക്കുന്നത് ഇത് ചെയ്യുമ്പോൾ ചിലരെങ്കിലും വേദനിക്കും, എതിർപ്പുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹാർഡ് സൊല്യൂഷൻ ഇതാണ്, ചിലവുകൾ കുറക്കണം. സർക്കാരിന്റെ വരുമാനത്തിന്റെ 80% പോകുന്നത് സാലറി, പെൻഷൻ, പലിശ എന്നിവയിലേക്കാണ്. അതാണ് അപ്പോൾ ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത്. റിട്ടയർമെന്റ് ഏജ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും, സാലറി ഹൈക്സിന്റെ സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ പല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടി വരും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നഷ്ടത്തിലോടുന്ന KCB, KSRTC പോലെയുള്ള പബ്ലിക് കമ്പനീസിനെ ഫിക്സ് ചെയ്യണം എന്നതാണ്. ആവശ്യമെങ്കിൽ പ്രൈവറ്റൈസേഷൻ പോലും ചിന്തിക്കേണ്ടി വരും. പിന്നെ അക്കൗണ്ട് ബുക്കിൽ ഇല്ലാത്ത ആ ഹിഡൻ ലോൺസ് എന്തായാലും സോൾവ് ചെയ്യണം. അപ്പോൾ റിട്ടയർമെന്റ് ഏജ് കൂട്ടുക, സാലറി ഹൈക്ക് കുറക്കുക, പ്രൈവറ്റൈസേഷൻ, ഇതൊന്നും ചെയ്യാൻ ഒരു ഗവൺമെന്റും ഇഷ്ടപ്പെടില്ല. പക്ഷേ കടം എന്ന ഈ വലിയ ട്രാപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ ആരെയും വേദനിപ്പിക്കാതെ ഉള്ള ഒരു മാജിക്കൽ സൊല്യൂഷൻ ഇല്ല. അപ്പൊ സൊല്യൂഷൻ ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് വൈറ്റ് പേപ്പർ പറയുന്നത്. എന്തൊക്കെയാണ് ശരിയെന്നോ എന്തൊക്കെയാണ് തെറ്റെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ ബോൾഡ് ആയിട്ടുള്ള മൂവ്സ് എടുത്താലേ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് കോൺഫിഡന്റ് ആയി ഞാനും പറയാം. എന്തായാലും ഈ ഒരു വൈറ്റ് പേപ്പർ ഒരു ഡയഗ്നോസിസ് മാത്രമാണ്. എക്സാക്ട് സൊല്യൂഷനും മുന്നിലേക്ക് എന്തൊക്കെ നടക്കുമെന്നും ജൂൺ 19 ഈ പുതിയ ഗവൺമെന്റ് അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം. ആ ബഡ്ജറ്റിലാണ് ഈ ഡയഗ്നോസിസ് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആയി മാറുക. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കേരളം തകർന്നു പോയിട്ടില്ല ഇതുവരെ, പക്ഷേ ഇപ്പൊ നമ്മൾ അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു നിർണായക അവസ്ഥയിലാണുള്ളത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണാൻ നിങ്ങളെ പോലെ ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിശക്തം.